ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞു അല്ലേ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ പറഞ്ഞു, അതിൻ്റെ കപ്പാസിറ്റൻസിന് ഇക്വേഷൻ ഡെറൈവ് ചെയ്തു. ഇക്വേഷൻ കിട്ടിയ ഓർമ്മയുണ്ടല്ലോ, കപ്പാസിറ്റൻസ് സി ഈസ് ഈക്വൽ ടു എ എപ്സിലോൺ 0 ഡിവൈഡ് ബൈ ഡി എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞു കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ്. ഒന്ന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, രണ്ടാമത്തത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, ആൻഡ് തേർഡ് വൺ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി മീഡിയം ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് അല്ലേ. ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് എയർ മീഡിയ ആയിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന കപ്പാസിറ്റൻസ് നമ്മൾ വിളിക്കാം, ശരിയല്ലേ. ഇനി ഈ പ്ലെയിനിൻ്റെ ഇടയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡയലക്ട്രിക് വെച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ കപ്പാസിറ്റൻസ് സി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കെ ഇൻറ്റു സി നോട്ടെന്ന് കിട്ടിയിട്ടായിരുന്നു. കെ ഈസ് കോൾഡ് ഇസ് ദ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ആ പ്ലേറ്റിനിടയിൽ കപ്പാസിറ്റൻസിൻ്റെ പ്ലേറ്റിൻ്റെ ഇടയിൽ ഡയലക്ട്രിക് വരുമ്പോൾ കപ്പാസിറ്റൻസിൻ്റെ ഇൻക്രീസ് ചെയ്യും. ഈ കേസ് നമ്മൾ പറഞ്ഞത് കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റിനിടയിൽ കംപ്ലീറ്റ് ആയിട്ട് ഡയലക്ട്രിക് വെച്ച കേസായിരുന്നു നമ്മളീ പറഞ്ഞതല്ലേ. ഇവിടെയായിരുന്നു നമുക്ക് എന്ത് കിട്ടുന്നത്, കെ എപ്സിലോൺ നോട്ടെന്ന് കിട്ടിയത്, കെ സി നോട്ടെന്ന് കിട്ടിയത്. ഇനി വേണമെങ്കിൽ ഒരു കാര്യം കൂടി, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട് എസ് സി ആർ ടിയിൽ, അതുകൊണ്ട് ഒരു കാര്യം കൂടി വേണമെങ്കിൽ നമുക്കിവിടെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു കപ്പാസിറ്റർ പ്ലേറ്റ് എടുത്തിട്ട്, കപ്പാസിറ്ററാണ്, പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ സാറിന് ഡി എന്ന് എടുക്കുക. ഞാൻ ഈ പ്ലേറ്റിൻ്റെ ഇടയിൽ ഒരു ടി തിക്നെസ്സിൽ ഡയലക്ട്രിക് വെച്ചെന്ന് വിചാരിച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞ കംപ്ലീറ്റ് ആയിട്ട് ഡയലക്ട്രിക് വെച്ച് ഫില്ല് ചെയ്യുന്ന കേസാണ്. ഇതിപ്പോൾ അങ്ങനെയല്ല, ഒരു ചെറിയ ഡയലക്ട്രിക് തിക്നെസ് ടി ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സെല്ലുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അറിയാൻ ഇവിടെ എന്ത് കിട്ടും, പോസിറ്റീവ് കിട്ടും, ഇവിടെ എന്ത് കിട്ടും, നെഗറ്റീവ് കിട്ടും അല്ലേ. ഓക്കെ റൈറ്റ്. ഇനിയാണെങ്കിൽ ഇപ്പോഴത്തെ കപ്പാസിറ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. ഇവിടെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ സ്പേസ് നമ്മൾ ഈ കാണുന്ന ഇവിടെ ഉണ്ടല്ലോ, ഇത് ഇത്രയും സ്പേസ്, ഈ സ്പേസൊക്കെ വാക്യൂമാണല്ലോ. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി നമുക്ക് ഇ നോട്ടെന്ന് എടുക്കാമല്ലോ. ഇവിടെയും ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഇ നോട്ടായിരിക്കും അല്ലേ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ, ഡയലക്ട്രിക്കിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇ എം എഫ് ഫീൽഡ് എന്ത് ചെയ്യാം, ഇൻഡ്യൂസ് ചെയ്യപ്പെടാം, ഓപ്പോസിറ്റ് ഫീൽഡൊക്കെ ഉണ്ടാവും, റിസൾട്ടിൻ്റെ ഫീൽഡ് അവിടെ വരും, അവിടെ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇ എന്ന ഫീൽഡ് ആക്ട് ചെയ്യുന്നത് ടി തിക്നെസ്സിലാണ്, ശരി, അല്ലെങ്കിൽ ടി ഡിസ്റ്റൻസിലാണ്. അതേപോലെ ഇ നോട്ട് എന്ന ഫീൽഡ് ആക്ട് ചെയ്യുന്നത് എത്ര ദൂരത്താണ്, അത് ഡി മൈനസ് ടി എന്ന സ്പേസിലാണ്, ശരിയല്ലേ. ഇത്രയും സ്പേസിലാണ് ഇ നോട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. കപ്പാസിറ്റൻസിൻ്റെ ഡെറിവേഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ ചെയ്യേണ്ട സാധനം ഇതായിരുന്നു അല്ലേ. ക്യൂ ഈസ് ഈക്വൽ ടു സി വി ആയിരുന്നു നമ്മൾ ഇക്വേഷൻ. നമുക്ക് എന്ത് കിട്ടി അവിടെ, സി ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ വി എന്ന് കിട്ടി. ഇവിടെ നമ്മൾ ക്യൂവിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു, ക്യൂവിനെ നമ്മൾ സിഗ്മ എ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. സിഗ്മ ഈസ് ദ സർഫസ് ചാർജ് ഡെൻസിറ്റി ഡിവൈഡ് ബൈ എന്ത് കിട്ടും, ഡിവൈഡ് ബൈ വി എന്ന് കിട്ടും, ഇങ്ങനെയല്ലേ, ശരിയല്ലേ. ഇവിടെ എന്താ പ്രശ്നം ഇപ്പോൾ, ഇനി നമ്മൾ വി എന്താണെന്ന് കണ്ടുപിടിക്കണം. വി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ ഉണ്ടായിരുന്നു, നമ്മളെ കയ്യിൽ ഇക്വേഷൻ ഉണ്ടായിരുന്നു, ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ എന്നായിരുന്നു. മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്ത് ഡി വി ബൈ ഡി ആറിന് എഴുതാം, നമ്മൾ ഈ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താ കിട്ടുക, പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിയും ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ വി ബൈ ഡി ആണ്. ഈ കേസ് ശ്രദ്ധിച്ചോളേ. ഫോർ വി ഈസ് ഈക്വൽ നമുക്ക് ഇങ്ങനെ ജനറലായിട്ട് വി ഈസ് ഈക്വൽ നമുക്ക് ഇ ഡി എന്ത് നമ്മൾ ജനറൽ ഇക്വേഷനാണ് അല്ലേ. നമ്മൾ ഈ സ്പെഷ്യൽ കേസിൽ ഇക്വേഷൻ എങ്ങനെ മാറും, വി ഈസ് ഈക്വൽ ടു, ഇവിടെ രണ്ട് പ്ലേറ്റിനിടയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈ കോമൺ അല്ലല്ലോ. ഇവിടെ നമുക്ക് ഈ രണ്ട് ഫീൽഡ് വരുന്നില്ലേ, അങ്ങനെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും, അങ്ങനെയാണെങ്കിൽ ഇ നോട്ട് ദാറ്റ് ഇസ് ആക്ടിങ് ഫോർ ഡിസ്റ്റൻസ് ഓഫ് എത്രയായിരുന്നു, ഡി മൈനസ് ടി അല്ലേ, പ്ലസ് ഈ ആക്ടിങ് ഡിസ്റ്റൻസ് 3 ആണ്, ടി ആണ്. അപ്പോൾ ഇതായിരിക്കും എന്ത്, ആ രണ്ട് പ്ലേറ്റിനിടയിൽ വരുന്ന പൊട്ടൻഷ്യൽ. ക്ലിയർ അല്ലേ. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോളേ, ഇതെങ്ങനെയാണ് നമ്മൾ ഇനി മാറ്റി എഴുതുക. നമ്മൾ
പഠിച്ചൊരു കാര്യം, നിങ്ങൾ ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റ് ഡെഫിനിഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു K ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ വാക്യൂം ഡിവൈഡ് ബൈ ഫോഴ്സ് ഇൻ മീഡിയം എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതിനെയാണ് നമുക്ക് എങ്ങനെ കിട്ടിയുള്ളത്? ദാറ്റ്സ് ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡ് ബൈ എപ്സിലോൺ നോട്ട് എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ കെ എന്ന് വിളിച്ചിട്ട് നമ്മളെന്ത് വിളിച്ചത്? എപ്സിലോൺ ആർ എന്ന് വിളിച്ചത്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെയിൻ എങ്ങനെ മാറ്റി എഴുതാം? കെ ഈസ് ഈക്വൽ ടു നമുക്ക് വേണം ഇങ്ങനെ എഴുതാലോ, ദാറ്റ്സ് ഈക്വൽ ടു ഇ നോട്ട് ഡിവൈഡ് ബൈ ഇ എന്ന് എഴുതാലോ. ശരിയല്ലേ? ഓക്കെ, ദെർഫോർ നമുക്ക് അങ്ങനെയാണ് നമുക്ക് എന്ത് മാറ്റാം? ദെർഫോർ ഇ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും ഇവിടെ? ഇ ഈസ് ഈക്വൽ ടു ഇ നോട്ട് ഡിവൈഡ് ബൈ എന്ത് വന്നു? കെ എന്ന് വന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ വി നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ ഇങ്ങനെ മാറ്റാം. ഫോർ വി ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ ഇങ്ങനെ മാറുന്നറിയോ? വി ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? വി ഈസ് ഈക്വൽ ടു ഇ നോട്ട് ഇൻറ്റു ഡി മൈനസ് ടി പ്ലസ് ഇക്ക് പകരം നമുക്ക് അവിടെ എന്ത് എഴുതാം? ഇക്ക് പകരം നമുക്ക് ഇ നോട്ട് ഡിവൈഡ് ബൈ കെ എന്ന് എഴുതാം ഇൻറ്റു എന്ത് വന്നു? ടി എന്ന് വന്നു. ഇക്വേഷൻ നമ്പർ 2. ശരിയാണല്ലോ. അങ്ങനെ ഇക്വേഷൻ 1ഉം 2ഉം കൂടെ നമ്മൾ ഇക്വേഷൻ 2 നമ്മൾ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് എന്ത് കിട്ടുന്നറിയോ? ഫോർ സി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? സി ഈസ് ഈക്വൽ ടു സിഗ്മ എ ഡിവൈഡ് ബൈ വിക്ക് പകരം നമുക്ക് അവിടെ എന്ത് എഴുതാം? ഇ നോട്ട് പിന്നെ ഡി മൈനസ് ടി പ്ലസ് ഇ നോട്ട് ടി ഡിവൈഡ് ബൈ കെ എന്നല്ലേ കിട്ടും. ശരിയല്ലേ? അതിന് നമുക്ക് വേണമെങ്കിൽ നോക്കിയോ, ഇവിടെ എൻ്റെ ഈ നോട്ട് കോമൺ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു സിഗ്മ എ ഈ നോട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ വരുന്നത്? സോറി ഈ നോട്ട് പുറത്തേക്ക് എടുത്ത് നമുക്ക് എന്താ കിട്ടും അവിടെ? ഈ നോട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് ഈക്വൽ ടു എന്ത് കിട്ടി? ഡി മൈനസ് ടി പ്ലസ് ടി ഡിവൈഡ് ബൈ കെ. ഇതില്ലേ വരുമോ? ഓക്കെ, ഇനി എന്താ ഈ നോട്ട്? ഈ നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ നോട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് വെൻ ദ സ്പേസ് ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് വാക്വം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ്സ് ഈക്വൽ ടു എന്തായിരുന്നു? സിഗ്മ ഡിവൈഡ് ബൈ എപ്സിലോൺ 0 നമ്മൾ പണ്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ മാറ്റി. ദാറ്റ്സ് ഈക്വൽ ടു സിഗ്മ എ ഡിവൈഡ് ബൈ ഈ നോട്ടിന് പകരം സിഗ്മ ഡിവൈഡ് ബൈ എപ്സിലോൺ 0 പിന്നെയുള്ളത് ഡി മൈനസ് ടി പ്ലസ് ടി ഡിവൈഡ് ബൈ കെ. ക്ലിയർ ആണല്ലോ? സിഗ്മയും സിഗ്മയും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. എപ്സിലോൺ നോട്ട് നമുക്ക് മുകളിലേക്ക് എടുക്കാം. സോ ഇറ്റ്സ് ഈക്വൽ ടു എ എപ്സിലോൺ നോട്ട് ഡിവൈഡ് ബൈ എന്ത് വരും? ഡി മൈനസ് ടി പ്ലസ് ടി ഡിവൈഡ് ബൈ കെ എന്ന് എഴുതാം. ശരിയല്ലേ? ഇത് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഡീനെ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം. ഡീനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ മാറും? സോ സി ഈസ് ഈക്വൽ ടു എ എപ്സിലോൺ നോട്ട്. ഞാൻ ആ ഇക്വേഷന് ഡീനെ പുറത്തേക്ക് കൊടുക്കുകയാണ്. ഡീനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ടേം 1 മാറും. ഇവിടെ ടി ഡിവൈഡ് ബൈ ഡി എന്ന് വരും. ഇവിടെ എന്ത് വരും? ടി ഡിവൈഡ് ബൈ ഡി എന്ന് വരും. ശരിയല്ലേ? ഇക്വേഷൻ വന്നു. ഈക്വൽ ടു 1 മൈനസ് ടി ഡിവൈഡ് ബൈ ഡി പ്ലസ് ടി ഡിവൈഡ് ബൈ ഡി കെ എന്ന് വരും. ക്ലിയർ? ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ. എന്താ എ എപ്സിലോൺ നോട്ട് ഡിവൈഡ് ബൈ ഡി എന്ന് പറഞ്ഞാൽ സി നോട്ടാണ്. ദാറ്റ് മീൻസ് കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ കപ്പാസിറ്റർ വെൻ സ്പേസ് ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് വാക്യൂം അല്ലേ. സോ സി നോട്ട് ഡിവൈഡ് ബൈ താഴെ എന്ത് മാത്രമേ ബാക്കിയുള്ളൂ? ഇനി 1 മൈനസ് ടി ഡിവൈഡ് ബൈ ഡി പ്ലസ് ടി ഡിവൈഡ് ബൈ ഡി കെ. ഓക്കെ, ഇതാണ് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ. അപ്പോൾ
when a dielectric with the thickness T is introduced between a parallel plate capacitor. Okay, ഓർത്ത് വെക്കും. ഡെറിവേഷൻ ടെക്സ്റ്റ് ബുക്കിലില്ല. ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒരു പ്രോബ്ലം മാത്രമായിരുന്നു എന്നുള്ളത്. പ്രോബ്ലം ചെയ്യണമെങ്കിൽ എന്തായാലും ഡെറിവേഷൻ ആവശ്യമാണ്. ഇത് മനസ്സിലാക്കി വെക്കും. നെക്സ്റ്റ് ഇതിൽ വേറെ ഓപ്ഷൻ കൂടി, വേറെ ചോദ്യം കൂടി ഇതിൽ വരാം. നമ്മളിപ്പോൾ ഡയലക്ട്രിക് അല്ലേ വെക്കുന്നത്. ഡയലക്ട്രിക് പറഞ്ഞാൽ ഇവിടെ വെക്കുന്നത് ഈ മീഡിയം കണ്ടക്ടറാണെന്ന് വിചാരിച്ചു. കണ്ടക്ടറാണ് എന്താ പ്രത്യേകത? E = എത്ര കിട്ടും? 0 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇതും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കണ്ടക്ടറല്ല വെക്കുന്നത്. നേരത്തെ പോലെ തന്നെ എയർ പ്ലേറ്റ് ഉണ്ടാവും. ഇതിൻ്റെ തിക്നെസ് സ്പേസ് D ആയിരിക്കും, ഇത് തിക്നെസ് T ആയിരിക്കും അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ സ്പേസ് നമുക്ക് എന്ത് കിട്ടും? E0 കിട്ടും. ഈ സ്പേസ് എന്ത് കിട്ടും? E0 കിട്ടും. നേരത്തെ ഈ കിട്ടിയ ഭാഗത്ത് നമുക്ക് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഓക്കെ, വീണ്ടും ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം C = Q/V എന്നറിയാം. ക്യൂവിനെ മാറ്റിക്കഴിഞ്ഞാൽ σA/V എന്ന് കിട്ടി. ഇനി V എന്താണെന്ന് ചോദിച്ചാൽ V = എന്തായിരുന്നു? E × D ആണ്. ശരിയല്ലേ. ഇവിടെ E എടുക്കുമ്പോൾ നമുക്ക് ഒരു ടേം മാത്രമേ ഉള്ളൂ, കാരണം ഈ ഉള്ളിലെ ഫീൽഡ് 0 ആയില്ലേ. സോ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ E0 × ഇത്ര ഡിസ്റ്റൻസ് ആണ് D - T വരികയാണ്. ഓക്കെ, E0 പറഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം? E0 = σ/0 × D - T. ഓക്കെ, therefore C = എന്ത് കിട്ടി? C = σA/Vക്ക് പകരം σ/0 × D - T. ഓക്കെ, സിഗ്മ ക്യാൻസൽ ചെയ്യാം. എപ്സിലോട്ട് മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ C = A/0 D - T എന്ന് കിട്ടും. ക്ലിയർ? അത് വേണമെങ്കിൽ ഒന്നുകൂടെ മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. A/0 D പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 - T/D എന്ന് വരാം. A/0 D എന്ന് പറഞ്ഞാൽ C0 ആണ്. സോ C0 1 - T/D. ഇതാണ് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ. ഓക്കെ, എപ്പോൾ when a conductor of thickness T is introduced between the parallel plate capacitor. നേരത്തെ വെച്ചത് ഡയലക്ട്രിക് ആയിരുന്നു, ഇപ്പോൾ വെക്കുന്നത് കണ്ടക്ടറാണ്. ഓക്കെ, ആ ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇതും നമുക്ക് ഡെറിവേഷനും പഠിക്കാനൊന്നുമില്ല. എന്തായാലും പ്രോബ്ലംസും നിങ്ങൾ എൻട്രൻസും ഒക്കെ ഇത് ആവശ്യമായിട്ട് വരും, മനസ്സിലാക്കി വെക്കും. ക്ലിയർ? ഇത് നമുക്ക് വേണ്ടത് കപ്പാസിറ്റേഴ്സിൻ്റെ കോമ്പിനേഷനാണ്. നിങ്ങൾ റെസിസ്റ്റൻസിൻ്റെ കേസ് പഠിച്ച പോലെ 2 കോമ്പിനേഷൻ നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഒന്ന് സീരീസ് കോമ്പിനേഷനും മറ്റേത് പാരലൽ കോമ്പിനേഷനുമാണ്. ഓക്കെ, സീരീസ് കോമ്പിനേഷൻ പറയാൻ നമുക്ക് 3 കപ്പാസിറ്റേഴ്സ് വന്നിട്ടുണ്ട്. നമ്പർ 1, നമ്പർ 2, ദെൻ നമ്പർ 3. ഫസ്റ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് C1 ആണ്, രണ്ടാമത്തത് C2 ആണ്, മൂന്നാമത്തത് C3 ആണ്. ഓക്കെ, ഞാൻ ഇവിടെ കണക്ട് ചെയ്യുന്നത് ഈ ഫസ്റ്റ് കപ്പാസിറ്ററിൻ്റെ സെക്കൻഡ് പ്ലേറ്റ്. നമുക്ക് പ്ലേറ്റ് 1, പ്ലേറ്റ് 2 എന്ന് വിളിക്കാം. പ്ലേറ്റ് 1, പ്ലേറ്റ് 2, പ്ലേറ്റ് 1, പ്ലേറ്റ് 2. ഓക്കെ, സെക്കൻഡ് കപ്പാസിറ്ററിൻ്റെ ഫസ്റ്റ് കപ്പാസിറ്റർ സെക്കൻഡ് പ്ലേറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ഫസ്റ്റ് പ്ലേറ്റ് ഓഫ് ദ സെക്കൻഡ് കപ്പാസിറ്റർ. ദെൻ the second plate of the second capacitor is connected with first plate of the third capacitor. ഓക്കെ, ഞാൻ ഇതിനെ എന്നിട്ട് ഒരു എക്സ്റ്റേണൽ സെല്ലുമായിട്ട് കണക്ട് ചെയ്യണം. ക്ലിയർ? ഈ ഒരു കോമ്പിനേഷൻ്റെ പ്രോപ്പർട്ടീസ് ഓർത്ത് വെക്കുക. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ എന്ത് മാറ്റങ്ങൾ എവിടെ നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, ഇത് കണ്ടക്ടറാണ്. ഈ കണ്ടക്ടർ നമ്മൾ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും അല്ലേ. ആ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോയിട്ട് ഇലക്ട്രോൺസ് ഇവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യപ്പെടുന്നതുകൊണ്ട് ഈ പ്ലേറ്റിന് പോസിറ്റീവ് ചാർജ് കിട്ടും. ഇവിടെ ഇലക്ട്രോൺസ് വരുന്നതുകൊണ്ട് ഇവിടെ എന്ത് കിട്ടും? നെഗറ്റീവ് ചാർജ് കിട്ടും. ശരിക്കും ഇങ്ങനെയല്ല, ഇലക്ട്രോൺസ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഇങ്ങനെ പറയാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് പ്ലേറ്റിന് കിട്ടിയ ചാർജ് Q ആണെങ്കിൽ അത്രയും ഇലക്ട്രോൺസ് ഇവിടെ വരുന്നുണ്ടാവുമല്ലോ. ഇവിടെ കിട്ടുന്ന ചാർജ് എത്രയായിരിക്കും? Q തന്നെയായിരിക്കും.
ക്ലിയർ. ഇനി രണ്ടാമത്തെ പ്ലേറ്റിൽ ഫസ്റ്റ് കപ്പാസിറ്റർ രണ്ടാമത്തെ പ്ലേറ്റിൽ എന്ത് മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. ഇവിടെ ഇത് കണ്ടക്ടറാണ്. കണ്ടക്ടറിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഞാൻ വേണമെങ്കിൽ കുറച്ച് തിക്കായിട്ട് വരക്കാം. ഇതൊക്കെ നമുക്ക് തിക്കായിട്ട് കാണിക്കാം, എളുപ്പമായിരിക്കും. ക്ലിയർ. അപ്പം ഈ തിക്കായിട്ടുള്ള ഈ കണ്ടക്ടറിൽ ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവുമല്ലോ. ഇവിടെയും എന്തുണ്ടാവാം? ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവാം. അതേസമയം പോസിറ്റീവ് ചാർജസ് ഉണ്ടാവാം. ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. ആ ഫ്രീ ഇലക്ട്രോൺസിന് എണ്ണവും പോസിറ്റീവ് ചാർജിൻ്റെ എണ്ണവും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജിൽ എവിടെയുള്ളത്? ഈ പോസിറ്റീവ് ചാർജ് ഈ കണ്ടക്ടറിലെ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫ്രീ ഇലക്ട്രോൺസും ഈ പ്ലേറ്റിലെ ഫ്രീ ഇലക്ട്രോൺസും ഇവിടെ നിന്ന് ഫ്രീ ഇലക്ട്രോൺസും എല്ലാ ഫ്രീ ഇലക്ട്രോൺസും കൂടി എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് വരും. പോസിറ്റീവ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും അല്ലേ? അപ്പോൾ എല്ലാ പോസിറ്റീവ് എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്യപ്പെടും. ക്ലിയർ. എന്ന് പറഞ്ഞാൽ അവിടെ ചാർജസ് എന്ത് ചെയ്യപ്പെടും? ഇൻഡ്യൂസ് ചെയ്യപ്പെടും അല്ലേ? അപ്പം ഫസ്റ്റ് കപ്പാസിറ്ററിൻ്റെ സെക്കൻഡ് പ്ലേറ്റിന് എന്ത് കിട്ടും? നെഗറ്റീവ് ചാർജ് കിട്ടും. പിന്നെ സെക്കൻഡ് കപ്പാസിറ്ററിൻ്റെ ഫസ്റ്റ് പ്ലേറ്റിന് എന്ത് കിട്ടും? പോസിറ്റീവ് ചാർജ് കിട്ടും. ഇനി എത്ര ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്യപ്പെടും ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ഇവിടെ വരുന്ന ചാർജ് ഉണ്ടല്ലോ അല്ലേ, ഈ ക്യൂ എന്ന ചാർജ് അത് ഈക്വൽ ആകുന്നവരെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യപ്പെടും. ഇവിടെ നിന്ന് കിട്ടും മൈനസ് ക്യൂ കിട്ടും, ഇവിടെ നിന്ന് കിട്ടും പ്ലസ് ക്യൂ കിട്ടും. ക്ലിയർ. ഇതേ പ്രോസസ് എവിടെയും സംഭവിക്കാമല്ലോ. ഇവിടെ പോസിറ്റീവ് അല്ലേ ഉള്ളത് അല്ലേ? ഇവിടെ പോസിറ്റീവ് ആയത് ഇവിടെ എന്ത് കിട്ടും? നമുക്ക് നെഗറ്റീവ് കിട്ടും. ഇവിടെ എന്ത് കിട്ടും? പോസിറ്റീവ് കിട്ടും. അങ്ങനെയല്ലേ വരിക? അപ്പോൾ ഇവിടെ എന്താ കിട്ടുക? മൈനസ് ക്യൂ കിട്ടും. ഇവിടെ എന്ത് കിട്ടും? പ്ലസ് ക്യൂ കിട്ടും. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെയാണുള്ളത് അല്ലേ? 3 പ്ലേറ്റാണ് നമുക്കുണ്ടായിരുന്നത്. 3 കപ്പാസിറ്റേഴ്സ് ഉണ്ടായിരുന്നത്. ആ 3 കപ്പാസിറ്റർ നമ്മൾ എക്സ്റ്റേണൽ സെല്ലുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് മാറ്റാണ് വരുന്നത്? ഇവിടെ പ്ലസ് ക്യൂ കിട്ടി. ഇവിടെ എന്ത് വന്നു? മൈനസ് ക്യൂ വന്നു. അഗൈൻ ഇവിടെ പ്ലസ് ക്യൂ വന്നു, മൈനസ് ക്യൂ വന്നു, പ്ലസ് ക്യൂ വന്നു, മൈനസ് ക്യൂ വന്നു. ഇങ്ങനെയല്ലേ ഉള്ളത് കണക്ട് ചെയ്യുമ്പോൾ? ശരിയല്ലേ? ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇതാ ഈ നെഗറ്റീവും പോസിറ്റീവും അല്ലേ, ഇതിൻ്റെ ടോട്ടൽ ചാർജ് എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. ഇവിടെ നെഗറ്റീവും പോസിറ്റീവും ഈക്വൽ ചാർജസ് ആണ്. ടോട്ടൽ ചാർജ് എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. അപ്പോൾ നമുക്കിവിടെ ആര് മാത്രമേ ഉള്ളൂ ഇവിടെ? ഇതിന് പകരമായിട്ട് നമുക്കിവിടെ കിട്ടുന്നത് ഇങ്ങേ അറ്റത്ത് ഒരു പ്ലസ് ക്യൂ, ഇങ്ങേ അറ്റത്ത് എന്ത് വന്നു? ഒരു മൈനസ് ക്യൂ വന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇത് നമുക്ക് ഇപ്പം കിട്ടിയിരിക്കുന്ന ഇതിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് വിളിക്കാം? ഈ കോമ്പിനേഷന് ഈക്വൽ ആണെന്ന് പറയാം. ഓക്കെ. സോ ഇതാണ് നമ്മളെ ഇഫക്റ്റീവ് കപ്പാസിറ്റർ. അതായത് ഈ കോമ്പിനേഷന് പകരമായിട്ട് ഇക്വാലൻ്റായിട്ട് വരുന്ന കപ്പാസിറ്ററാണ് ഇത് ഈ കാണിച്ചിരിക്കുന്നത്. അല്ലേ? ഇത് അതിൻ്റെ ഇഫക്റ്റീവ് അല്ലെങ്കിൽ ഇക്വാലൻ്റ് കപ്പാസിറ്ററാണ്. ക്ലിയർ. അപ്പം ഇതിൻ്റെ മൂന്നിൻ്റെയും ഫസ്റ്റ് കപ്പാസിറ്റൻസ് C1 ആയിരുന്നു, ഇവിടെ കപ്പാസിറ്റൻസ് C2 C3 ആയിരുന്നു. അപ്പോൾ ഇത് മൂന്നും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കപ്പാസിറ്റൻസ് എന്താ വേറെ ഡിഫറൻ്റ് ആയിരിക്കും അല്ലേ? ആ കപ്പാസിറ്റൻസ് ഈക്വൽ ആയിരിക്കും ആരത്? ഇവിടെ കിട്ടിയിരിക്കുന്ന ഇതിൻ്റെ കപ്പാസിറ്റൻസ് നമുക്ക് എന്ത് വിളിക്കാം? C എന്ന് വിളിക്കാം. ആ Cൻ്റെ കപ്പാസിറ്റൻസ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇക്വാലൻ്റ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് വിളിക്കാറ്. ഓക്കെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കോമ്പിനേഷൻ ഈ സീന് നമുക്ക് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയണമെങ്കിൽ എന്താ അതിൻ്റെ കണ്ടീഷൻ? നിങ്ങൾ സെയിം പൊട്ടൻഷ്യൽ ഇവിടെ നമ്മൾ V എന്ന പൊട്ടൻഷ്യൽ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓരോ പ്ലേറ്റിൻ്റെ മുകളിലും കിട്ടിയ ചാർജ് ഇല്ലേ? ഫസ്റ്റ് കപ്പാസിറ്റർ ചാർജ് എത്രയാണ്? പ്ലസ് ക്യൂ മൈനസ് ക്യൂ ചാർജ് നമ്മൾ എന്താ പറയുക? ക്യൂ എന്ന് പറയുക. സെക്കൻഡ് പ്ലേസിൻ്റെ ചാർജ് ക്യൂ ആണ്. ഇവിടെയും ചാർജ് ക്യൂ ആണ് അല്ലേ? ഈ കോമ്പിനേഷനും ചാർജ് എന്താണ്? ഓക്കെ. ഇവിടെയും ചാർജ് എന്താ കിട്ടുന്നത്? ഇഫക്റ്റീവ് കപ്പാസിറ്റർ ചാർജ് പ്ലസ് ക്യൂ മൈനസ് ക്യൂ ഇഫക്റ്റീവ് കപ്പാസിറ്റർ ചാർജ് എന്ന് പറഞ്ഞാൽ ക്യൂ ആണ്. അപ്പോൾ സെയിം പൊട്ടൻഷ്യൽ V എന്ന പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോൾ ഓരോ കപ്പാസിറ്ററിന് മുകളിൽ ഉണ്ടാവുന്ന ചാർജും ഈ കോമ്പിനേഷന് മുകളിൽ ഉണ്ടാവുന്ന ടോട്ടൽ ചാർജും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അങ്ങനെ ഈക്വൽ ആണെങ്കിൽ ദിസ് C ക്യാൻ ബി കോൾഡ് ആസ് ദ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്. ഓക്കെ. ഇപ്പോൾ സീരീസ് കോമ്പിനേഷൻ്റെ ഒരു പ്രധാന പ്രോപ്പർട്ടി ഇവിടെ ഓർത്ത് വെക്കേണ്ടത്, സംഭവം സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ നമുക്കിവിടെ എന്ത് പറയാം? ഓരോ കപ്പാസിറ്ററിൻ്റെ മുകളിലും ഉണ്ടാകുന്ന ചാർജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. മാത്രമല്ല അത് തന്നെയായിരിക്കും ആരും ഉണ്ടാകുന്ന ചാർജ് നമ്മളെ ഇഫക്റ്റീവ് കപ്പാസിറ്ററിന് മുകളിൽ ഉണ്ടാകുന്ന ചാർജ്. ഓക്കെ. So charge on each capacitor will be same and that will be same as the
ടോട്ടൽ ചാർജ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടിയാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ അത്യാവശ്യം വേണ്ട സാധനമാണ്. സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ ഓരോ പ്ലേറ്റിന് മുകളിലുണ്ടാവുന്ന ചാർജും ആ കോമ്പിനേഷൻ ഉണ്ടാകുന്ന ടോട്ടൽ ചാർജും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ക്ലിയർ ആണല്ലോ? മാത്രമല്ല, ഇതിന് സപ്പോസ് നിങ്ങൾ ഫസ്റ്റ് പ്ലേറ്റിന് അക്രോസ് ആയിരുന്ന പൊട്ടൻഷ്യൽ V1 ആണ്, സെക്കൻഡ് പ്ലേറ്റ് പൊട്ടൻഷ്യൽ V2 ആണ്, തേർഡ് പൊട്ടൻഷ്യൽ V3 ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ കിർച്ചോഫ് ലോ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? കിർച്ചോഫ് ലോ പ്രകാരം നമുക്കിവിടെ എന്ത് പറയാം? നമുക്കിവിടെ അപ്ലൈഡ് പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? V1 പ്ലസ് V2 പ്ലസ് V3 ആണ്. ശരിയല്ലേ? ഇനി ഈ ഇക്വേഷനിലേക്ക് തിരിച്ചു പോകാം. ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? ചാർജ് Q ആണ്, പൊട്ടൻഷ്യൽ V ആണ്, കപ്പാസിറ്റൻസ് C ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? Q ഈസ് ഈക്വൽ ടു CV എന്ന് എഴുതാം. ദെർഫോർ V ഈസ് ഈക്വൽ ടു Q ഡിവൈഡ് ബൈ C എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പോൾ ഇവിടേക്ക് Vക്ക് വരെ നമുക്ക് മാറ്റാനുള്ളത് ഇറ്റ്സ് ഈക്വൽ ടു Q ഡിവൈഡ് ബൈ C എന്ന് കിട്ടി. എന്താ V1 എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ദ പൊട്ടൻഷ്യൽ അക്രോസ് ദ ഫസ്റ്റ് കപ്പാസിറ്റർ. ഫസ്റ്റ് കപ്പാസിറ്റർ അക്രോസ് സ്റ്റോർ ചെയ്യപ്പെടുന്ന ചാർജ് 3 ആണ്, Q ആണ്, കപ്പാസിറ്റൻസ് C1 ആണ്. അപ്പോൾ V1 വരെ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? V1 ഈസ് ഈക്വൽ ടു ചാർജ് Q തന്നെയാണ്, കപ്പാസിറ്റൻസ് C1 ആണ് അല്ലേ? സിമിലർലി V2 ഈസ് ഈക്വൽ ടു Q ഡിവൈഡ് ബൈ C2 ആൻഡ് V3 ഈസ് ഈക്വൽ ടു Q ഡിവൈഡ് ബൈ C3. കോമൺ ആയിട്ട് Q നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു Q ഡിവൈഡ് ബൈ C. Q നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. സോ ലാസ്റ്റ് നമുക്ക് എന്താ കിട്ടുന്നത്? 1/C ഈസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3. ഓക്കെ, ഇതാണ് എന്ത്? ഒരു കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ ഇതാണ്. 1/C ഈസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3. ഇത് സീരീസ് കോമ്പിനേഷൻ ആണ്. റെസിസ്റ്റൻസിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിയ എവിടെയായിരുന്നു? പാരലൽ കോമ്പിനേഷനാണ്. ഓക്കെ, 1/C ഈസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് when the capacitors are connected in series combination. ഓക്കെ, ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് പഠിച്ചേക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടി ഓർത്ത് വെക്കുക. കപ്പാസിറ്റേഴ്സ് സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ ഓരോ കപ്പാസിറ്റർ പ്ലേറ്റിന് മുകളിലുണ്ടാവുന്ന ചാർജും ആ കോമ്പിനേഷന് മുകളിലുണ്ടാവുന്ന ടോട്ടൽ ചാർജും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് സാർ നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാറ്. ഓക്കെ, ചാർജ് പ്രസൻറ്റ് ഓൺ ഈച്ച് കപ്പാസിറ്റർ will be same and that will be equal to the total charge of the combination. Clear? അടുത്ത നമുക്ക് വേണ്ടത് പാരലൽ കോമ്പിനേഷൻ ആണ്. പാരലൽ കോമ്പിനേഷനിൽ ഇങ്ങനെ തന്നെ നമുക്ക് 3 കപ്പാസിറ്റേഴ്സ് വരുന്നു. കപ്പാസിറ്റൻസ് C1, സെക്കൻഡ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് C2 ആണ്, തേർഡ് വൺ കപ്പാസിറ്റൻസ് C3 ആണ്. ഞാൻ ഇതിനിങ്ങനെ കണക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഇതിന് ഞാൻ ഒരു എക്സ്റ്റേണൽ സെല്ലുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. കപ്പാസിറ്ററും സെല്ലും വരക്കും മാറിപ്പോരുതേ. ഓക്കെ, അപ്ലൈഡ് പൊട്ടൻഷ്യൽ V ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ഇവിടെ പോസിറ്റീവ് കണക്ട് ചെയ്തു. അപ്പോൾ ഈ പാർട്ടിൽ E എന്ന പോയിൻ്റ് എന്ത് കിട്ടും? പോസിറ്റീവ് കിട്ടും. ഈ B എന്ന പോയിൻ്റ് എന്ത് കിട്ടും? നെഗറ്റീവ് കിട്ടും അല്ലേ? ഈ പോസിറ്റീവ് പാർട്ട് ഇവിടെ നിന്ന് ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ എന്ത് കിട്ടും? പോസിറ്റീവ് ചാർജ് കിട്ടും. ശരിയല്ലേ? ഇവിടെ എന്ത് കിട്ടും? പോസിറ്റീവ് കിട്ടും. ഇവിടെ എന്ത് കിട്ടും? പോസിറ്റീവ് കിട്ടും. ഇവങ്ങേ ഭാഗത്ത് എന്താ വരുമോ? നെഗറ്റീവ് വരും. ഓക്കെ, ഇതിൻ്റെ മുകളിലെ ചാർജ് നമുക്ക് വേണമെങ്കിൽ Q1 വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന ചാർജ് എന്തായിരിക്കും? ഇത് -Q1 ആയിരിക്കും. ഇനി രണ്ടാമത്തെ പ്ലേറ്റിൻ്റെ മുകളിൽ ചാർജ് നമുക്ക് Q2 എന്ന് വിളിക്കാം. ഇത് Q1 തന്നെ ആയിരിക്കുമോ? Q1 ആയിരിക്കില്ല, കാരണം ഇതിൻ്റെ കപ്പാസിറ്റൻസ് ഡിഫറൻ്റ് ആണ്. പൊട്ടൻഷ്യൽ എന്താണ്? സെയിം ആണ്. കാരണം ഫസ്റ്റ് പ്ലേറ്റിന് അക്രോസ് ആയിട്ട് വരുന്ന പൊട്ടൻഷ്യൽ, ഫസ്റ്റ് പ്ലേറ്റിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും അക്രോസ് ആയിട്ട് വരുന്ന പൊട്ടൻഷ്യലാണ്. എത്രയാണ്? V ആണ്. സെക്കൻഡ് കപ്പാസിറ്റർ അക്രോസ് ആയിട്ട് വരുന്ന പൊട്ടൻഷ്യൽ അഗെയിൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ A and B ദാറ്റ് സെയിം ആസ് V. ആൻഡ് പൊട്ടൻഷ്യൽ അക്രോസ് തേർഡ് വൺ will be the potential between A and B and that will be same as V. അപ്പോൾ ഈ കോമ്പിനേഷനിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്, ഇവിടെയൊക്കെ വരുന്ന പൊട്ടൻഷ്യൽ എന്താണ്? സെയിം ആണ്. അത് നമ്മൾ അപ്ലൈഡ് പൊട്ടൻഷ്യലിന് ഈക്വൽ ആണ് ഈ കേസിൽ. ഓക്കെ, പൊട്ടൻഷ്യൽ സെയിം ആണ്. കപ്പാസിറ്റൻസ് ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ പ്ലേറ്റിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ചാർജ് എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. ഫസ്റ്റ് പ്ലേറ്റിൽ Q1 കിട്ടി, സെക്കൻഡ് പ്ലേറ്റിൽ നമ്മൾ Q2 എടുത്തു, തേർഡ് പ്ലേറ്റിൽ നമ്മൾ Q3 എടുക്കാം,
അപ്പോൾ ഇവിടെ നിന്ന് കിട്ടി -Q3 എന്ന് കിട്ടി. ഓക്കെ, ശരി. അപ്പോൾ ഈ കോമ്പിനേഷനാണ് നമ്മളെന്ത് വിളിക്കുന്നത്? പാരലൽ കോമ്പിനേഷൻ വിളിക്കുന്നത്. അപ്പോൾ പാരലൽ കോമ്പിനേഷൻ്റെ പ്രോപ്പർട്ടി എന്തൊക്കെയാണോ? ഇവിടെ ചാർജുകൾ എന്താണ്? ഡിഫറൻ്റ് ആണ്. അതേസമയം ഓരോ കപ്പാസിറ്ററിൻ്റെ അക്രോസ് ആയിട്ട് വരുന്ന പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ശരിയല്ലേ? അപ്പം ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ 3 കപ്പാസിറ്റർ വെച്ച് വരക്കുന്നതിന് പകരം ഈ 3 നമുക്ക് വേണമെങ്കിൽ ഒരു സിംഗിൾ കപ്പാസിറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. പൊട്ടൻഷ്യൽ വി. ഈ കേസിൽ എത്ര ടോട്ടൽ ചാർജ് വരുക? ഇവിടെ പോസിറ്റീവും ഉള്ളത്, നെഗറ്റീവ്. ഇതിൻ്റെ ഇടയിൽ ഡയലക്ട്രിക് ആണ്, ഇപ്പോൾ ഇടയിൽ മൂവ്മെൻ്റ് ഒന്നുമില്ല, അതുകൊണ്ട് ചാർജിൻ്റെ ക്യാൻസലേഷൻ നടക്കില്ല. സോ ഇവിടെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ Q1 + Q2 + Q3 ആണല്ലേ. ടോട്ടൽ ചാർജ് Q എന്ന് പറയും. ഞാൻ ഈ വരക്കുന്ന പ്ലേറ്റിലും ഇവിടുത്തെ ചാർജ് Q എന്നെടുത്ത് +Q എന്നെടുത്ത് ഇവിടെ ചാർജ് -Q എന്നെടുക്കാം. ഈ 2 കോമ്പിനേഷൻ നമുക്ക് ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ ഇതാ കണ്ടീഷൻ. ഈ ക്യൂവും എന്തിന് ഈക്വൽ ആയിരിക്കണം? Q1 + Q2 + Q3ക്ക് ഈക്വൽ ആയിരിക്കണം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് വരുന്ന കേസാണ്. അങ്ങനെ നമുക്ക് എന്താ പറയാം? അപ്ലൈഡ് ചാർജ് Q = Q1 + Q2 + Q3 എന്ന് പറയും. ശരിയല്ലേ? ഇനി എന്താ Q? ഫസ്റ്റ് കേസ് ഇവിടെ എടുക്കുകയാണെങ്കിൽ Q = CV ആണല്ലേ. ഇതിൻ്റെ കപ്പാസിറ്റൻസ് C എന്ന് എടുക്കുകയാണെങ്കിൽ Q = CV ആണ്. എന്താ Q1 = കപ്പാസിറ്റൻസ് C1 ആണ്, പൊട്ടൻഷ്യൽ V ആണ്. Q2 കപ്പാസിറ്റൻസ് C2 ആണ്, പൊട്ടൻഷ്യൽ V ആണ്. Q3 C3 × V. കാരണം ആ 3 കപ്പാസിറ്റർ അക്രോസ് ആയിട്ട് വരുന്ന പൊട്ടൻഷ്യൽ സെയിം അല്ലേ. നമുക്ക് ഇവിടുന്ന് V കോമൺ ആയിട്ടുള്ള V പുറത്തേക്ക് എടുത്ത് എന്ത് കിട്ടും? ഇവിടെ C1 + C2 + C3 എന്ന് കിട്ടും. = CV. ശരിയല്ലേ? V നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. സോ C = C1 + C2 + C3. ഇതാണ് പാരലൽ കോമ്പിനേഷൻ വരുന്ന ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ. റെസിസ്റ്റൻസ് നമുക്കിത് കിട്ടിയത് എവിടെയായിരുന്നു? സീരീസ് കോമ്പിനേഷനായിരുന്നു. ഓക്കെ, ഇപ്പോൾ പാരലൽ കോമ്പിനേഷനിൽ ഓർത്ത് വെക്കേണ്ട പ്രോപ്പർട്ടി, കപ്പാസിറ്റൻസ് പാരലൽ കോമ്പിനേഷൻ എന്ന് പറയണമെങ്കിൽ എന്തിൻ്റെ കണ്ടീഷൻസ്? പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കണം, മാത്രമല്ല ടോട്ടൽ ചാർജ് അത് ഓരോ കപ്പാസിറ്ററിലും സ്റ്റോർ ചെയ്യപ്പെടുന്ന ചാർജിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കണം. ഈ 2 കണ്ടീഷൻസും വാലിഡാണ്. നമുക്ക് എന്താ പറയാം? അത് പാരലൽ കോമ്പിനേഷൻ എന്ന് പറയാം. ഓക്കെ, ഇതിൽ ഏത് കേസിലാണ് നമുക്ക് കപ്പാസിറ്റൻസ് കൂടുതലുണ്ടാവുക? കപ്പാസിറ്റൻസ് കൂടുതലുണ്ടാവുന്നത് ഏത് കോമ്പിനേഷനായിരിക്കും? പാരലൽ കോമ്പിനേഷനായിരിക്കും. കപ്പാസിറ്റൻസ് മിനിമം എപ്പോഴാണ്? അത് സീരീസ് കോമ്പിനേഷനാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൂടെ ഇതിന് മനസ്സിലാക്കി വെക്കുക. പ്രോബ്ലംസ് ചെയ്താലേ ഐഡിയ കിട്ടും. അത് നമുക്ക് വർക്ക്ഷീറ്റായിട്ട് പിന്നെ ചെയ്യാം. ഓക്കെ, റൈറ്റ്.